Hello students, this characterization necessary പാർട്ടിന് വേണ്ടി പ്രൂഫ് ചെയ്യാൻ നമ്മൾ മറ്റൊരു തിയറമാണ് ആദ്യമായിട്ട് പ്രൂവ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നോർമൽ സ്പേസിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ക്ലോസ്ഡ് ഇന്റർവൽ -1 തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സ്പേസ് എക്സിലേക്ക് എ ഇസ് എ സബ്സെറ്റ് ഓഫ് എക്സ്, ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ്, അതിനെ നമുക്ക് സ്പേസ് എക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. വാല്യൂസ് ക്ലോസ്ഡ് ഇന്റർവൽ -1 ആകുന്നത് പോലെ തന്നെ. അപ്പൊ നമ്മളുടെ കയ്യിൽ എഫ് ഫ്രം എ ടു -1 to 1 ഉള്ളപ്പോ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ. അതുള്ളപ്പോ അവൾ ആദ്യം നമ്മളൊരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പണിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എഫ് ഉള്ളപ്പം എഫ് ഉപയോഗിച്ച് നമ്മൾ B1ഉം C1ഉം ഡിഫൈൻ ചെയ്തു. എഫ് എക്സിന്റെ വാല്യൂ -1/3 1/3 അതിലും താഴെയോ, എഫ് എക്സിന്റെ വാല്യൂ 1/3 അതിൽ കൂടുതലോ അങ്ങനെ ആകുന്ന തരത്തിലാണ് B1ഉം C1ഉം. അത് ക്ലോസ്ഡ് ആകാൻ വേണ്ടിയും ഡിസ്ജോയിന്റ് ആകാൻ വേണ്ടിയുമാണ് ഈ -1/3 1/3 എന്നുള്ള വാല്യൂസ് എടുത്തിരിക്കുന്നത്. വേറെ തരത്തിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് B1ഉം C1ഉം സെലക്ട് ചെയ്തിരിക്കുന്നത്. എഫ് എക്സ് -1/3യേക്കാളും താഴെ ആകുന്ന എക്സുകൾ. അപ്പൊ ആ എക്സുകൾ എന്ന് പറയുന്നത് -1/3യേക്കാളും താഴെ, എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു -1 -1/3യേക്കാളും താഴെ ഈ ഇന്റർവെല്ലിലുള്ള -1/3യേക്കാളും താഴെ ഈ ഇന്റർവെല്ലിലുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് -1 തുടങ്ങി 1 വരെയുള്ള ക്ലോസ്ഡ് ഇന്റർവെല്ലാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3 എന്നാണ് കണ്ടീഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ, ദിസ് ഈസ് ഈക്വൽ ടു B1 ഈക്വൽ ടു inverse image with respect to f of -1 -1/3. ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ എന്ന് പറയുന്ന പോലെ ഇതൊരു ക്ലോസ്ഡ് സെറ്റ് ആവും. അതുപോലെ എഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 എന്ന് പറയുമ്പോൾ എഫിന്റെ വാല്യൂ ആകെ 1 വരെ പോകത്തുള്ളൂ. ഇവിടെ വരെയുള്ള പോയിന്റ്സ് ആണ് എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 ആകുന്ന എക്സുകൾ എന്ന് പറയുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ 1/3 1 എന്നാവും. ഇൻവേഴ്സ് ഇമേജ് ഓഫ് ക്ലോസ്ഡ് സെറ്റ് ക്ലോസ്ഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഇന്റർവെൽസ് ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടില്ലേ, ഇത് ഡിസ്ജോയിന്റ് ആണ് എന്നുള്ളത് കൊണ്ട് അതിന്റെ ഇൻവേഴ്സ് ഇമേജസും ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഡിസ്ജോയിന്റ് ആയിരിക്കും. B1 ഇന്റർസെക്ഷൻ C1 അങ്ങനെ എംപ്റ്റി ആവും, ഡിസ്ജോയിന്റ് ആവും. B1ഉം C1ഉം ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റ്സ് ആവും. അപ്പോൾ B1ഉം C1ഉം എടുത്ത എയിലെ പോയിന്റ്സ് എടുത്തിരിക്കുന്നത് എഫ് ഫ്രം എ ടു -1 -1ന്റെ പാർട്ടിന്റെ ഇൻവേഴ്സ് ഇമേജ് എടുക്കുമ്പോൾ എയ്ക്ക് അകത്ത് കിടക്കും. എ ഇസ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് ദ നോർമൽ സ്പേസ് ഓഫ് ദ നോർമൽ സ്പേസ് എക്സ്. അപ്പൊ ഈ ഇൻവേഴ്സ് ഇമേജസും ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് ദ നോർമൽ സ്പേസ് എക്സ്. B1 ആൻഡ് C1 ആർ ടു ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് ദ നോർമൽ സ്പേസ് എക്സ്. ദെൻ ബൈ ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി യൂറിസോൺസ് ലെമ്മ. അപ്പോൾ രണ്ട് ക്ലോസ്ഡ് സെറ്റ് തന്നാൽ ഒരു ഫംഗ്ഷൻ ആദ്യത്തെ സെറ്റിൽ 0യും രണ്ടാമത്തെ സെറ്റിൽ 1ഉം വാല്യൂ എടുക്കുന്നില്ല. 0യും 1ഉം മാറ്റിയൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. രണ്ട് ഡിഫറെന്റ് വാല്യൂസ് തന്നെ ആ 0യ്ക്കും 1നും, അതിൽ ടിപ്പിക്കൽ ആയിട്ടുള്ള വാല്യൂസ് എന്നുള്ള രീതിയിൽ യൂറിസോൺസ് ലെമ്മയിൽ 0യും 1ഉം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആ 0യുടെ പൊസിഷനിൽ നമ്മൾ -1/3യും 1ന്റെ പൊസിഷനിൽ 1/3യും ഇട്ട് കൊടുത്ത് യൂറിസോൺസ് ലെമ്മ അപ്ലൈ ചെയ്യുന്നു. ദെയർ എക്സിസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ പേര് F1 എന്നാണ്. യൂറിസോൺസ് ലെമ്മ വഴി F1 കിട്ടും. B1 C1 എക്സിന്റെ നോർമൽ സ്പേസ് എക്സിന്റെ ക്ലോസ്ഡ് സബ്സെറ്റ്സ് ആണ്. അപ്പൊ സ്പേസ് എക്സിൽ നിന്നാണ് യൂറിസോൺസ് ലെമ്മയുടെ ഫംഗ്ഷൻ തുടങ്ങുന്നത്. F1 ഫ്രം എക്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0 1 വരെ ക്ലോസ്ഡ് ഇന്റർവൽ -1/3 1/3. ആക്ച്വലി ഈ രണ്ട് വാല്യൂസ് നമ്മളിപ്പോ പറയുന്നുള്ളൂ. സച്ച് ദാറ്റ് ഒരു ഫംഗ്ഷനിൽ ഒരു സെറ്റില് B1ല് ഫംഗ്ഷന്റെ വാല്യൂ F1ന്റെ വാല്യൂ F1 ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതിന് പകരം -1/3. മറ്റേ സെറ്റ് C1ല് F1 ഓഫ് എക്സിന്റെ വാല്യൂ 1 എന്ന് പറയുന്നതിന് പകരം 1/3. Then we take the modulus of f of x minus f1 of x. fx minus f1 xന്റെ മോഡുലസിന് ഒരു മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. fx -1/3 താഴെയാകുന്ന പോയിന്റ്സ് B1ലെ എക്സുകൾ എടുക്കുമ്പോൾ fx -f1x, അത് fx f1x. അപ്പൊ എന്താ, B1ല് -1/3 ആണ്. അപ്പൊ -1/3 f of xന്റെ വാല്യൂ, f1 of xന്റെ വാല്യൂ ആ സമയം -1/3 ആണ് ഈ കാണുന്ന സ്ഥലത്ത്. അപ്പോൾ fx -f1x എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാത്തിന്റെയും ഡിഫറൻസസ് എടുക്കുക. അതിലെ ഏറ്റവും വലുത് ഏതാണോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് വാല്യൂ എന്ന് നമുക്ക് ഇവിടെ പറയാം. അപ്പൊ അത് നോക്കാൻ
കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, ഇന്റർവെൽസ് നോക്കിയാൽ മതി. -1/3 ആണ് f1xന്റെ വാല്യൂ. -1/3 ആയിട്ട് തന്നെ ഡിഫറൻസ് fx -1/3 തന്നെ ആകുമ്പോൾ ഡിഫറൻസ് 0 ആണ്. അപ്പൊ അത് ഇങ്ങോട്ട് പോകുമ്പോഴാണ് കൂടുന്നത്. അപ്പൊ -1ഉം -1/3 f1xന്റെ വാല്യൂ, അത് fxന്റെ വാല്യൂ ആണ് -1. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. -1ഉം -1/3 തമ്മിലുള്ള ഡിഫറൻസ്. -1 പ്ലസ് 1/3 -2/3, ഡിഫറൻസ് -2/3, ബട്ട് വി ഹാവ് മോഡുലസ്, നമ്മൾ മോഡുലസ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് അത് -2/3 എന്നാണ് ഡിഫറൻസ് മാക്സിമം വന്നത്. മോഡുലസ് എടുത്താൽ നമുക്ക് 2/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 എന്ന് പറയാം. അതുപോലെ 1/3 1ല് fxന്റെ വാല്യൂ 1/3യേക്കാളും വലുതാണ്. f1x അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 1/3 എന്നാണ്. ഇവര് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പം 1/3യും ഇത് fxന്റെ വാല്യൂ, ഇത് f1x എപ്പോഴും 1/3, 1/3 1/3 തമ്മിലുള്ള ഡിഫറൻസ് 0, ഇങ്ങോട്ട് പോകുമ്പോൾ ഡിഫറൻസ് കൂടും. 1/3 1ഉം തമ്മിലുള്ള ഡിഫറൻസ് fx - f1x ആകുമ്പോൾ 1 - 1/3 എന്ന് പറയും. അത് 2/3 ആണ്. അത് fx - f1x എന്നുള്ള ഓർഡർ എടുത്തിരിക്കുമ്പോൾ ആക്ച്വലി അത് 2/3 തന്നെയായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത്രയാണ് എഫ് ഉപയോഗിച്ച് നമ്മൾ b1ഉം c1ഉം ഡിഫൈൻ ചെയ്യുന്നു, ക്ലോസ്ഡ് സെറ്റ് ആവുന്ന തരത്തില്. അത് എക്സിന്റെ സബ്സെറ്റുകൾ തരുന്നു, എക്സ് നോർമൽ ആണ്. ഹോറിസോൺസ് ലെമ്മ അപ്ലൈ ചെയ്ത് നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുന്നു. ആ ഫംഗ്ഷനും എഫും തമ്മിലുള്ള ഡിഫറൻസ് മോഡുലസ് ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാളും താഴെയാണ് എന്ന് പറയുന്നു. ആ b1ലും c1ലും മാത്രമല്ല, അല്ലാത്ത സ്ഥലത്ത് fx a2 -1 1ലുള്ളതാണ്. അല്ലാത്ത സ്ഥലത്ത് fxന്റെ വാല്യൂ 0 ആണ്. സോറി, fxന്റെ വാല്യൂ ഇതാണ് -1, fx എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ -1/3, 1/3 ആണ് ഈ നടുക്കത്തെ ഭാഗത്ത്. അപ്പൊ f1xന്റെ വാല്യൂ, f1 രണ്ട് വാല്യൂ പറഞ്ഞിട്ടുള്ളൂ, -1/3 1/3, അതിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് -1/3 0 തമ്മിലുള്ള ഡിഫറൻസ്, 1/3 0 തമ്മിലുള്ള ഡിഫറൻസ്, രണ്ടും മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ 1/3 എന്നാണ്. മറ്റേടത്ത് രണ്ടും 2/3 ആണ് മാക്സിമം മോഡുലസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും 2/3യേക്കാളും താഴെയാണെന്ന് പറയാം. 1/3 ആകുമ്പോഴും അത് 2/3യേക്കാളും താഴെയാണെന്ന് പറയാം. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ ചെയ്ത എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ g1 ഡിഫൈൻ ചെയ്തു. എഫിനെ പോലെ ഒരു ഫംഗ്ഷൻ g1 നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. g1 ഈ എഫ് പോലെയാണ് പറയുന്നത്. g1 ഈസ് എ ഫംഗ്ഷൻ ഫ്രം a to -1 1ന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് -2/3. ഈ മോഡുലസ് മാക്സിമം വന്ന വാല്യൂ ഉണ്ടല്ലോ, ഇനി നമുക്കത് പല സ്റ്റേജ് റിപ്പീറ്റ് ചെയ്യാനുള്ള, അപ്പൊ അതെങ്ങനെ പോകുന്നു എന്ന് നിങ്ങൾ അറിയണം. മോഡുലസ് fx - f1x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3 നമ്മൾ പറഞ്ഞില്ലേ, ആ വാല്യൂ ആണ് ഉപയോഗിക്കുന്നത്. -2/3 2/3, g1 ഫ്രം a to -2/3 to 2/3, ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ, ഇത് നമുക്ക് പരിചയമുള്ള ആളാണ്. ഇങ്ങനെ പറയാൻ കാര്യം g1 of x കൊടുക്കാൻ പോകുന്നത് മുമ്പേ എഴുതിയ മോഡുലസിലെ ഫംഗ്ഷൻ ആണ്. g1 of x ഈക്വൽ ടു f of x - f1 of x. അതിനുവേണ്ടിയാണ് അതിന്റെ മോഡുലസ് 2/3ലും താഴെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് -2/3 തുടങ്ങി 2/3 വരെയുള്ള വാല്യൂസ് ആണ് അതിന് കിട്ടുക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ പുതിയ ഫംഗ്ഷൻ g1x fx - f1x, fx എവിടുന്ന് നേരത്തെ ഉള്ളതാ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. f1 നമ്മൾ മുമ്പേ ഡിഫൈൻ ചെയ്ത കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആണ്, ഇൻവേഴ്സ് ഇമേജ് ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ക്ലോസ്ഡ് ആണ്. അപ്പൊ മുമ്പിലത്തെ പാറ്റേണിൽ തന്നെ നമ്മൾ b2ഉം c2ഉം ഡിഫൈൻ ചെയ്തു. ആ പാറ്റേണിൽ നിന്ന് പറഞ്ഞ അതുപോലെ തന്നെ എല്ലായിരിക്കുക. b1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എ ബേസ് ചെയ്താണ് നമ്മുടെ ഡെഫിനിഷൻസ് ഒക്കെ, സച്ച് ദാറ്റ് para g1 of x മുമ്പേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1/3 പറഞ്ഞു. നമ്മൾ പറയാൻ പോകുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2/9 എന്നാണ്. നമ്മുടെ കയ്യിലുള്ളതിനെ /3, -1/3 1/3 എവിടെ ഉപയോഗിച്ചു. ഇപ്പൊ -2/3 2/3 എന്നുള്ള ഇന്റർവെല്ല /3 ചെയ്യുക, -2/9 എന്നായി. c2 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് എ such that g2 of x greater than g1 of x greater than or equal to 2/9 ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു. ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ b2 എന്താ, f ഇൻവേഴ്സ് g1 ഇൻവേഴ്സ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവെൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2/9 വരെ. g1 is a function from a to -2/3 2/3.
2 ഇത്രയേ ഉള്ളൂ. അപ്പോൾ -2/3 തുടങ്ങി മൈനസ് ഈ ഇന്റർവെല്ലിലെ G1 വാല്യൂ ഉള്ളൂ. അപ്പോൾ G1നെ നമുക്ക് ഇങ്ങനെ പറയാം, ഈ സെറ്റിനെ ഇങ്ങനെ പറയാം, G1 inverse of -2/3 -2/9. Anyway, it is inverse image of a closed set and closed. Similarly, this is G1 inverse of another closed set greater than or equal to 2/9. 2/9 സ്റ്റാർട്ട് ചെയ്യും, അങ്ങേറ്റത്ത് ഈ ഇന്റർവെല്ലിന്റെ അങ്ങേറ്റത്തെ പോയിന്റ് ആയ 2/3 വരും. ഇൻവേഴ്സ് ഇമേജ് ഓഫ് closed set under a continuous function B1 and B2 and C2 are closed. B2 C2 അങ്ങനെ ക്ലോസ്ഡ് എന്ന് നമ്മൾ പറഞ്ഞു. B2 എവിടെയാ, നമുക്കിവിടെ തന്നെ പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കാം. C2 ആയിരിക്കും നമുക്ക് ഒന്നുകൂടി പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ട് C2 ആദ്യം പ്ലോട്ട് ചെയ്യാം. -1/3ക്ക് 1/3ക്ക് നടക്കുക, ഇത് 0 ആണ്. നമുക്ക് 2/9 2/3, ഇത് 1/3. 2/3 എന്ന് പറയുന്നത് 0 തുടങ്ങി 1/3 വരെയുള്ള ഡിസ്റ്റൻസിന്റെ അത്രയും കൂടെ 2/3 ഇരട്ടിയല്ലേ. അപ്പൊ ഇവിടെ എവിടെയോ 2/3 വരും. ഇനി നമുക്ക് 2/9 അറിയണ്ടേ. 2/9 ഇതിന് പുറകില്ല, 2/9നെക്കാളും വലുതാണ് 2/3. 2/9 പുറകിലാണ്. 1/3 ആയിട്ട് കമ്പയർ ചെയ്ത് എവിടെയാണെന്ന് അറിയണം. ഇതിനകത്ത് വരുമോ ഇതിന് പുറത്ത് വരുമോ. 1/3 എന്ന് പറയുന്നത് 3/9 ആണ്, അതാ വലുത്. അപ്പൊ 2/9 എന്ന് പറഞ്ഞാൽ 0 കഴിഞ്ഞ് ഇവിടെ എവിടെയോ ആണ് 2/9. അപ്പൊ ഇത് 2/9ന്റെ പൊസിഷൻ. 2/9 2/3 എന്ന് പറയുന്ന ഇന്റർവെല് ഇതാണ്. അതുപോലെ ഇവിടെ, അപ്പോ ഇവിടെ ഈ ഭാഗത്തായിട്ട് -2/9, ഇതിനകത്ത് ഈ അറ്റത്തായിട്ട് -2/3. -2/3, ദിസ് ഇസ് -2/3, ദിസ് ഇസ് 2/9. പോയിന്റ്സ് എഴുതുന്നത് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ ഞാൻ എഴുതുന്ന പ്ലോട്ട് ചെയ്യുന്നത് നോക്കി നിങ്ങൾ പോയിന്റ്സ് മനസ്സിലാക്കുക. ഇത് -2/3, ഇത് -2/9. അപ്പൊ ഈ ക്ലോസ്ഡ് ഇന്റർവെലിന്റെ ഇൻവേഴ്സ് ഇമേജ് B2 ക്ലോസ്ഡ്, ഈ ക്ലോസ്ഡ് ഇന്റർവെലിന്റെ ഇൻവേഴ്സ് ഇമേജ് C2 ക്ലോസ്ഡ്. ഇനി B2 ഇന്റർസെക്ഷൻ C2, B2 ഇന്റർസെക്ഷൻ C2, B2 ഈ ക്ലോസ്ഡ് ഇന്റർവെലിന്റെയും C2 ഈ ക്ലോസ്ഡ് ഇന്റർവെലിന്റെയും ഇൻവേഴ്സ് ഇമേജ് ആണ്. ക്ലോസ്ഡ് ഇന്റർവെൽസ് ഡിസ്ജോയിന്റ് ആണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, G1 കണ്ടിന്യൂസ് ആണ്. B2 ഇന്റർസെക്ഷൻ C2 ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ B2 ഉം C2 എവിടുത്തെയാ, എക്സ് എലമെന്റ് ഓഫ് എ. എക്സ് എലമെന്റ് ഓഫ് എ ആണെങ്കിൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് എന്ന് നമുക്കറിയാം. B2 C2 ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എ ആണ്, ആൻഡ് ഹെൻസ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സും ആണ്. അപ്പൊ യൂറിസോൺസ് ക്യാരക്ടറൈസേഷൻ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്നു. there exists a continuous function. അതിനെ നമ്മൾ അടുത്ത മുമ്പ് കിട്ടിയ F1 പോലെ F2 ഫ്രം X2 എങ്ങോട്ടായിരിക്കും, മുമ്പ് -1/3 പറഞ്ഞതുപോലെ നമ്മളിനി F2 പറയാൻ പോകുന്നത് -1/3 വന്നത് എവിടെയാണെന്ന് നോക്കിയേ. fx less than or equal to -1/3, fx greater than or equal to 1/3. അതുപോലെ ഇവിടെ G1x less than or equal to -2/9, G1x greater than or equal to 2/9. അപ്പോൾ F2 ഇങ്ങനെ ആയിരിക്കും ഡിഫൈൻ ചെയ്യാം. such that F2 of x equal to -2/9 for all x element of ഏത് ക്ലോസ്ഡ് സെറ്റ് ഇപ്പൊ പരിഗണനയിലുള്ളത്, B2 ഉം C2. for all x element of B2, F2 of x equal to 0 എന്ന് പറയുന്ന പോലെ യൂറിസോൺസ് ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി, യൂറിസോൺസ് ലെമ്മ. അപ്പോൾ 0ക്ക് പകരം -2/9 ഉപയോഗിക്കുന്നു, ആൻഡ് 1ന് പകരം 2/9 ഉപയോഗിക്കുന്നു. F2 of x equal to 2/9. അതങ്ങനെ എടുക്കുന്നതിന് ഒരു അപാകത ഇല്ല കേട്ടോ. നമ്മൾ 0യും 1ഉം ടിപ്പിക്കൽ വാല്യൂസ് എന്നുള്ള നിലയിൽ ഡിഫറന്റ് ആയിട്ടുള്ള ക്ലോസ്ഡ് സെറ്റിനെ ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് റിയൽ നമ്പേഴ്സ് ഉപയോഗിച്ച് മാപ്പ് ചെയ്യുന്നു എന്നേ കരുതാനുള്ളൂ. ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് റിയൽ നമ്പേഴ്സ്. F2 of x equal to 2/9 for all x element of C2. അങ്ങനെ F2 of x ഡിഫൈൻ ചെയ്താൽ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് മോഡുലസ് ഓഫ് f of x മൈനസ് f1 of x മൈനസ് f2 of x ആണ്. അല്ലെങ്കിൽ f of x മൈനസ് f1 of x എന്ന് പറയുന്നത് G1 of x ആണ്. മോഡുലസ് ഓഫ് G1x മൈനസ് f2 of x ആണ് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് മുമ്പിലത്തെ പോലെ വാല്യൂസ് ഒക്കെ ഇട്ട് ആലോചിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ കിട്ടിയ 2/3 പോലെ. അടുത്തത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക്, അത് ആ വാല്യൂസിന്റെ ലോജിക്ക് അനുസരിച്ച്. B2-ലുള്ളത് C2-ലുള്ളത്, B2-ലും C2-ലും ഇല്ലാത്തത്, F2-ന്റെ വാല്യൂ അങ്ങനെയാണ് മാറുന്നത്. B2-ല് -2/9 F2-ല് 2/9 അതില്ലാത്ത സ്ഥലത്ത് 0. അങ്ങനെ ആലോചിക്കുമ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4/9 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ 2/3 പോലെ ഒരു 2 കൂടെ വരും, 4/9 എന്ന് പ്രൂവ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്.